റൈഡർ 70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പമ്പ് അഴിച്ച് പണി ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്നതും അതുപോലെ പമ്പ് അഴിക്കുന്നതും ഫിറ്റ് ചെയ്തതുമായിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു. അപ്പോൾ പമ്പിനകത്ത് നന്നായിട്ട് റസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫിൽറ്ററെല്ലാം നന്നായി ക്ലീൻ ചെയ്തു. പിന്നെ മോട്ടർ പമ്പ് വർക്കാവുന്നത് നമ്മൾ നോക്കിയായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇനി അടുത്തത് നമ്മൾ ടാങ്കിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടാങ്കിൽ ഫിറ്റ് ചെയ്യാൻ 5 സ്ക്രൂ ഉണ്ട്. ഇതിൽ എൽക്കിയുടെ 6 നമ്പർ സ്ക്രൂ ആണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് പെട്രോൾ ഒഴിച്ചിട്ട് ഈ നോസിൽ കൂടെ പെട്രോൾ പമ്പ് ചെയ്യുന്നുണ്ടോയെന്നും കൂടെ ഒന്ന് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ സൈഡ് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവാണ് ബാറ്ററിയുടെ. എന്നുണ്ടല്ലോ ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്ത് നോക്കണം, പമ്പിലും ഇതിലുമായിട്ട്. അപ്പോൾ ഇതിൽ വരുന്ന റെഡ് പോസിറ്റീവും ഈ ബ്ലാക്ക് വരുന്ന നെഗറ്റീവുമാണ്. ഇതാ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവായിട്ട് കൊടുത്ത് നോക്കാം. കൊടുത്തിട്ട് ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണം. പെട്രോൾ ഒഴിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ നമ്മൾ കണക്ഷൻ ഇതിലായിട്ട് കൊടുക്കാം. പോസിറ്റീവ് വയർ നമുക്കാദ്യം റെഡിൽ ഇങ്ങനെ കൊടുക്കാം. അടുത്ത് നെഗറ്റീവ് വയർ അതപ്പുറത്തിൽ കൊടുക്കണം. കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വയ്ക്കുന്നു. അതിന് ശേഷം ഇതിനകത്ത് പെട്രോൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പെട്രോൾ ഒഴിച്ചായിരുന്നു. എന്നിട്ട് നമുക്കിതിനെ കണക്ഷൻ ഇത് കൊടുത്തു നോക്കാം. വർക്കാവുന്നുണ്ട്. പെട്രോള് കുറച്ചും കൂടെ ഒഴിച്ച് അതിൻ്റെ എയർ പോയിട്ട് മേളിൽ വരുള്ളൂ. പിന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ നിർത്താം. കുറച്ചും കൂടെ പെട്രോൾ നമുക്ക് ഒഴിക്കാം. പക്ഷേ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു. എന്നിട്ട് അങ്ങനെ വച്ചിരിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് മേളിൽ പെട്രോൾ വരാൻ കുറച്ച് സമയമെടുക്കും. കാണാൻ സാധിക്കും നോക്കുന്നു. ഇവിടെ നോക്കണം. കുറച്ചും കൂടെ പെട്രോൾ ഒഴിച്ചതിന് ശേഷം പറഞ്ഞില്ല എയർ കറക്റ്റായിട്ട് പാസ് ചെയ്താൽ ഫിൽറ്ററും നിറഞ്ഞ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമാണ് പെട്രോൾ കൂടെ വരുന്നത്. വരുന്നുണ്ടോ? കണ്ടു കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നല്ല സ്പോഴ്സിൽ പെട്രോൾ വരുന്നുണ്ട്. ടാങ്ക് എടുത്തിട്ടുണ്ട്. ഫ്യൂൽ പമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിൽ ഫ്യൂവൽ ഇഗ്നേഷൻ കംപ്ലൈൻ്റ് ആണ്, വർക്ക് ആവണില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കണക്ഷനാണിത് കണ്ടോ. അപ്പോൾ ഫ്യൂവൽ ഇഗ്നേഷൻ്റെത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു സെൻസർ വരും, അത് ക്ലീൻ ചെയ്ത് നമുക്കിടാം. എന്നിട്ട് ലാസ്റ്റിൽ വണ്ടി എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് വർക്കാവുന്നതെല്ലാം നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. ഇതിപ്പം ചെയ്യാനുള്ള പ്രൊസീജിയർ ഇതാണ്. 30 സ്പാൻഡറാണ്, റിംഗ് സ്പാൻഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെതാണ് വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം. ചെറിയ ടൈറ്റ് വരും ഇത്. ചെറുതായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഇടുമ്പോഴത്തേക്ക് ഇത് ലൂസാവും. ഇതിനകത്തൊരു സെൻസറാണ് വരുന്നത്. വയറൊന്നും കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ പതുക്കെ ഇളക്കാവും. നമ്മൾ ടാങ്കിലെ പണി ചെയ്യുമ്പോൾ എന്തായിരുന്നാലും
അതും കൂടെ ചെയ്ത് പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ആ കംപ്ലൈൻറ്റ് മാറിക്കിട്ടും. ഇതാണ് ഇതിനകത്ത് വരുന്ന പാഴ്സ് കേട്ടോ. ഇവിടെയൊക്കെ ചെളിയുണ്ട്. അതും ഈ സെൻസറിൻ്റെ ഈ ഭാഗത്ത്. അപ്പോൾ ഇതെടുക്കണമെങ്കിൽ ഇതിവിടെ ഒരു ലോക്കാണ് വരുന്നത്. ഈ ലോക്ക് പൊട്ടിപ്പോവാതെ തന്നെ നമുക്കിതെടുക്കാം. എടുത്തതിന് ശേഷം അതുപോലെ ഇത് തിരിച്ച് ഇതിനകത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. ഇളക്കാൻ പാടുള്ളവർക്കാണെങ്കിൽ ഇളക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ സ്പ്രേ അടിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടാലും മതിയാവും കേട്ടോ. പക്ഷേ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഒടിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഈ ഒരു ലോക്കാണ് വരുന്നത്. ഇത് ലോക്ക് ഒടിയാതെ പതുക്കെ എടുക്കണം കേട്ടോ. ഇങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കാണാമല്ലോ. എന്നിട്ട് ബാക്കിലോട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് റിമൂവ് ആവും. സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ട്, നഖം ഉണ്ടെങ്കിൽ നഖം ഇട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇതിനകത്തൊക്കെ ചെളിയുണ്ടെങ്കിൽ ഇത് നമുക്ക് റിലീസാകും. എന്നിട്ട് ഇതിനകം നന്നായിട്ട് സ്പ്രേ എന്തെങ്കിലും അടിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ തിരിച്ചാണ് ഇങ്ങനെയാണ് ഇടാനുള്ളത്. തിരിച്ചിടരുത്, ഇങ്ങനെയാണ് ഇടാൻ. ഇളക്കുമ്പോൾ ഇതുകൊണ്ട് ഇതിനകത്തൊക്കെ നല്ല കരിയുണ്ട്. ഇതുകൊണ്ടാണ് സെൻസർ വർക്കാവാത്തത്. അതുകൊണ്ട് ഈ കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത്. പിന്നെ നമുക്ക് പതുക്കെ മേളിൽ വയ്ക്കാം. ഓരോന്നായിട്ട് ഇതിനകത്തുള്ള കരിയും പൊടിയൊക്കെയാണ്. ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. സെൻസർ ഇത് വർക്കാവുന്നില്ല. ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഫ്യൂവൽ ലൈറ്റ് നമുക്ക് കത്തുന്നില്ലെന്നുണ്ടെങ്കിൽ, ഫ്യൂവൽ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം ബൾബ് ഫീസാണോ എന്നുള്ളത് നോക്കണം കേട്ടോ. അതിനകത്തുള്ള ബൾബ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കള്ളിൻ്റെ അവിടെ വരുമല്ലോ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതിൻ്റെ ബൾബ് നോക്കുക. ബൾബിന് കുഴപ്പമില്ല. വയറിങ് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോയെന്നോ ഇതിൻ്റെ പിന്ന് വല്ലതും വിട്ടോ എന്നുള്ളത് അത് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രമേ ടാങ്ക് ഇളക്കിയാൽ മതിയാകും. ടാങ്ക് ഇളക്കി ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വേറെ വിഷയം വരുന്നില്ല. ഇത് കറക്റ്റായിട്ട് വർക്കാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്തും ഈ കണക്ഷൻ വരുന്ന ഈ സെൻസറിൻ്റെ കണക്ഷൻ വരുന്ന ഇവിടെ കാർബൺ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വയറിങ് വരുന്ന ഇത് നേരെ ക്ലിപ്പ് ചെയ്യില്ലേ, ആ ഭാഗത്തും എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇതുപോലെ അകത്ത് സ്പ്രേ അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള കാർബൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറി കിട്ടും. അത് നന്നായിട്ടൊരു തുണി ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു കറക്കി എടുത്താൽ മതി. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെളിയോ പൊടിയോ ഉണ്ടെങ്കിൽ ഇതുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞ സാധനങ്ങളാണ് കയറി അടഞ്ഞ് ജാമായി സ്റ്റക്കായിരുന്നതാണ്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100% വർക്കാണ്. ഞാൻ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കാം. വണ്ടിയിൽ ഇനി ടോട്ടൽ ബോഡി ക്ലീനിങ് ഉണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ടാങ്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ കാണിക്കും, നമ്മൾ ചെയ്ത പണിയെക്കുറിച്ചും. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്തതിന് സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മൾ ഇത് അഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം മാറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ കാണിച്ച് തന്നെ അതിൽ പോകും.
ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഞാൻ മാറിപ്പോവല്ലെന്ന് പറഞ്ഞതിൽ ഇത് മാറാതിരിക്കാൻ വേറൊരു ഇതും കൂടെ ഉണ്ട്, പറഞ്ഞുതരാം. ഇതിനകത്ത് ചെറിയൊരു വെട്ടുണ്ട്, ഈ വെട്ട് ഇതിനകത്തുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ ഒരു വെട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു വെട്ടുണ്ട്. ഈ ഭാഗത്ത് വെട്ട് വരില്ല. അപ്പോൾ ഈ വെട്ടുള്ള ഭാഗമാണ് അകത്ത് പോകാറുള്ളത്. ഇങ്ങനെ നിൽക്കണം. ഈ ലോക്ക് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഇതിനെ കൈ കൊണ്ട് നേരെ പ്രസ് ചെയ്താൽ മതി, നേരെ കയറി പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്തിരുന്ന പൊടിയാണ് കാണുന്നുണ്ടല്ലോ. ഇതിനകത്തിരുന്ന ഇതേപോലെ ചെറിയ സെൻസറിൽ ഇത് ഇത്രയൊക്കെ പൊടി ഇരുന്ന് കഴിഞ്ഞാൽ പോലും ഇത് വർക്കാവാതെ ബ്ലോക്കായി നിൽക്കും. അകത്ത് വേണമെങ്കിൽ കുറച്ചൊന്ന് നന്നായിട്ട് തുടയ്ക്കുക. കുറച്ചിട്ട് ലേശം വേണമെങ്കിൽ ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം വരുന്നില്ല. മുറുക്കുക, കൈകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആദ്യം മുറുക്കുക. ഇത് പ്ലാസ്റ്റിക്കാണ്, ഫൈബറിൻ്റെതാണ്. അപ്പോൾ ഫൈബറിൻ്റെത് പിരി മാറി കയറിപ്പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ലീക്ക് വരും. ഇവിടെ നമുക്ക് അനാബോണ്ട ഒന്നും ഇടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ലോങ് ബോൾട്ടാണ്. ശകലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആദ്യം കറയും കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഈ വയറും കൂടെ കിടക്കുന്നതുകൊണ്ടാണ് കറക്റ്റായി ഇതിൽ വരണം. നമ്മൾ വണ്ടിയിലെ മിററൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലേശം പാടായിരിക്കുമല്ലോ, കറങ്ങിക്കൊണ്ട് നിൽക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ള ഒരു ഇതുകൊണ്ടാണ്. ഇതിനെ നമ്മൾ കൈ കൊണ്ട് വിട്ടു കൊടുക്കുക, ഇങ്ങനെ കറങ്ങി വിട്ടു കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വയറ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത്ര വ്യക്തമായി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി സമയം കളയേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് നമുക്കിതിനെ ഇളക്കി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂൽ ഇൻഡിക്കേറ്റർ വർക്കാവും. ഇത് ടൈറ്റായി കഴിഞ്ഞു. എന്നിട്ട് ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ വർക്കാവുന്നോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് നമുക്കടുത്തത് നോക്കാം. ഇത് നമ്മൾ ടാങ്കിലെ ഫ്യൂവൽ ഇൻഡിക്കേറ്ററിൻ്റെത് ഇതിവിടെ ഓഫാണ് കാണിക്കുന്നത്. നമ്മളെ ടാങ്കിലുള്ളതാണിത്. അപ്പോൾ ഈ ടാങ്ക് ഞാനിപ്പോൾ ചെയ്തത് ഇവിടെ വച്ചിട്ടുണ്ട്, നമ്മൾ ക്ലീൻ ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പെട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവും ഇവിടെ കേട്ടോ. ഫ്യൂൽ കേജ് ഇവിടെ വർക്കാവും. അപ്പോൾ ഈ കണക്ഷൻ ഞാൻ ഇളക്കിയിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. കാണുന്നുണ്ട്. ഈ ടാങ്കിലെ കണക്ഷനാണ് കൊടുത്തത്. നമ്മുടെ ടാങ്കിലെ കണക്ഷൻ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കാം, സ്വിച്ച് ഇട്ടിട്ട് നോക്കാം. അതുകൊണ്ട് ബ്ലിങ്കായുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ക്ലീൻ ചെയ്തിട്ടപ്പോഴത്തേക്ക് ഇത് ഓക്കെ ആയി എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ ഒട്ടും പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് കൊടുത്തു നോക്കാം. ഉണ്ടോ, ബ്ലിങ്ക് അണഞ്ഞതുണ്ട്. ഇത് മാത്രമേ കത്തുന്നുള്ളൂ. ഇതിനകത്ത് പെട്രോളുണ്ട്. റിസർവിന് മേളിൽ പെട്രോൾ ഉള്ളത് കൊണ്ടാണ് ഇത് ബ്ലിങ്ക് അല്ലാത്തത്. ഇത് നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോ എന്തായിരുന്നാലും അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതിൽ വണ്ടി അപ്പുറത്തിരിക്കുകയാണ്.
ഓരോ പണിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കൊക്കെ ഇളക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ്. കേട്ടോ, ടാങ്ക് ഇളക്കിയിട്ട് നമ്മൾ പൊടിയൊന്നും കൂടുതൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. കേട്ടോ, ഫ്യൂൽ പമ്പ് വയ്ക്കുന്ന മുമ്പേ ഇതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ഓറന് വരും. ആ ഓറന് ആദ്യം ഇതിനകത്ത് കയറ്റിയിടുക, അത് മറക്കാൻ പാടില്ല. പിന്നെ അത് നോക്കുമ്പോഴത്തേക്ക് ഇതിലെന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ പൊട്ടലെടുത്ത് ഇട്ടിട്ട് കാര്യമില്ല. വീണ്ടും നമ്മളെ ഫ്യൂൽ പമ്പിന് എയർ കിട്ടാതെ ഇവിടെ കൂടെ ലീക്കും പിന്നെ അതുപോലെ പമ്പിങ്ങിനും വിഷയം വരും. കേട്ടോ, നമ്മൾ ആദ്യം ഇതിനകത്തായിട്ട് ഇങ്ങനെ ഇടാനുള്ളത് ഇട്ടിട്ട് ഇതിൽ വേറെ അനാബോണ്ടോ അങ്ങനെ ഒന്നും തേക്കേണ്ട കാര്യം വരുന്നില്ല. വണ്ടിയിൽ തേച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യം വരില്ല. കാര്യം ഇത് റബ്ബറിൻ്റെതാണ്, റബ്ബർ കയറി ടൈറ്റായിട്ട് അടഞ്ഞോളും. എന്നിട്ട് 5 സ്ക്രൂവും നമ്മളിതിലിടുക. സീറ്റിംഗ് ആയിരിക്കണം കേട്ടോ റബ്ബറിൻ്റെ ഇടുമ്പോൾ. ഒന്ന് ആ ഭാഗത്തിട്ട് കൊടുത്താൽ അടുത്ത നമുക്ക് ഒന്ന് ഈ ഭാഗത്തോട്ടിടാം. പമ്പഴിച്ച് ക്ലീൻ ചെയ്യുന്നതും വലിയ പണിയായിട്ടൊന്നും വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇതിനഴിച്ച് നമ്മുടെ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കറക്റ്റാಗಿ നോക്കി ചെയ്യാം. 5 സ്ക്രൂ ഉണ്ട്. 5 സ്ക്രൂ നമുക്ക് എൽക്ക് ചെയ്തതാണ്. 6-ാം നമ്പറാണ്. 5 സ്ക്രൂ ഇടുക. ഇതിൽ കോപ്പറിൻ്റെ വാഷർ വരും കേട്ടോ. 2 വാഷർ വീതം കോപ്പറിൻ്റെ വരും. അത് നമ്മൾ ഇടുക. കുറച്ചും ടൈറ്റ് ചെയ്ത് റബ്ബറിൻ്റെ പറഞ്ഞ് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് 6-ാം നമ്പർ എൽക്കി ഉണ്ട്, നമുക്കിതിനെ ടൈറ്റ് ചെയ്യാം. കേട്ടോ, കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിൽ നിന്ന് പിന്നെ എയർ ലീക്ക അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ലീക്കായിട്ട് വരുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് ഫിറ്റ് ചെയ്തതും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഉണ്ടാകും. വീഡിയോ ഇതാണ്. അടുത്ത കാണിക്കാൻ പോകുന്ന വീഡിയോ ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. ഒരു വണ്ടിയുടെ മെയിനായിട്ട് മിസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.